It's a dream of TV movies of a man, Superman. Everybody contributed by purchasing something. But see, this is success of a teamwork. I firmly believe. I was talking with the teachers were sitting and drinking tea. I pointed you people, not the bad sense. In a good sense, I point out those teachers and I told the other side, this is human being. It's very important. Since I have done my MBA in HR, Human Resource Management. 15 years back, I have done my MBA. I read a lot in MBA. So from that source I came to know. Actually, my post-graduation was in economics. I have economics. My dream to talk about economics. That's the goal. The cash കൊടുക്കുന്ന അല്ലെങ്കിൽ അല്ലേ അന്ന് ഫസ്റ്റ് ചസ്റ്റിനെ തോന്നുന്നു അല്ലേ ഞാൻ വലിച്ചു ഇത് ആദ്യം പറയുന്നത് പക്ഷെ ഇപ്പൊ കളയുന്നില്ല നിങ്ങൾ ക്ലാസ് റൂം തന്നത്ത് ഗുഡ് മോർണിംഗ് അപ്പൊ കുട്ടികൾ ഗുഡ് മോർണിംഗ് മാം ദാറ്റ്സ് എ റിപ്പീറ്റിഷൻ ജസ്റ്റ് ചേഞ്ച് ദ തേർഡ് ട്യൂൺ അതുകൊണ്ട് അവർക്ക് തിങ്ക് ചെയ്യണ്ട നാളെ എഴുതിട്ടും ചിന്തിക്കാം ലാസ്റ്റ് പിച്ചും ഡിഫറെന്റ് ആയിരിക്കും ഹായ് ഓഡിയൻസ് എപ്പോഴും പാറ്റേൺ ഫോളോ ചെയ്യും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാറ്റേൺ ബ്രേക്ക് ചെയ്താൽ വണ്ടർ സൃഷ്ടിക്കാൻ പറ്റും ടീച്ചിങ്ങിൽ വണ്ടർ സൃഷ്ടിക്കാം ബിക്കോസ് യു ആർ പീപ്പിൾ എൻഗേജിങ് വിത്ത് ന്യൂ ജെൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ കുറിച്ച് എനിക്കൊരു പാറ്റേൺ ഉണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഓൺലൈൻ കാലത്ത് നമ്മുടെ ടീച്ചേഴ്സ് പലരും ക്യാമറ വെക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഓൺലൈൻ ക്ലാസ് unpredictable. Since we are moving to online classes, നിങ്ങൾ പ്രിപ്പറേഷൻ വേണം. കോവിഡ് കാലം നിരന്തരം വന്നപ്പോൾ ഷാൾ മാത്രം മാറ്റിയാൽ മതി അല്ലേ? ഷാൾ മാറ്റിയാൽ നമുക്ക് പുതിയ ആളായി ഷാൾ മാറ്റുന്ന നല്ല ഓൺലൈൻ ക്ലാസ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ക്ലാസ്സാണ് ഓൺലൈൻ ക്ലാസ്. ടഫ് സിനിമ റീടേക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് റീടേക്ക് ചെയ്യാം. നാടകം ആ ഓഡിയൻസ് ഇതിന് വാച്ച് ചെയ്യാണ്. പറ്റിയതാണ് അത് ഒരിക്കലും ഈ കോൺ നാടകത്തിൽ തിരിച്ചു പോകാൻ പറ്റില്ല. നാടകം അഭിനയിക്കുന്ന മനുഷ്യന് സിനിമയിൽ ഗംഭീര അഭിനയിക്കുന്നത് അതുകൊണ്ടാണ്. കാലത്ത് രണ്ടാമത് കുട്ടികളോട് ഉപയോഗിക്കുന്ന ഭാഷ റെസ്പെക്റ്റുള്ള കറക്റ്റഡാണ്. നമ്മൾ അറിയാതെ പൊളിറ്റിക്കൽ ഒരു കുട്ടി ഇരിക്കണം കസേര കൂടെ നീയാണല്ലോ എന്ന് പറഞ്ഞാൽ മതി, പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. സിൻസ് ദ ബോയ്സ് ഫാക്ടർ സിമ്പിളാണ്. കസേര വരുന്നപ്പോ ആ കസേര മുഴുവൻ നീയാണല്ലോ എന്ന് പറഞ്ഞാൽ മതി, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ബോഡി ഷേപ്പിംഗ് ഞാനാണ് നോക്കൂ ടോക്സിക് ആവരുത് പറഞ്ഞോട് എന്റെ പറഞ്ഞത് ഇത്ര ടോക്സിക് ആവരുത് ഡിഗ്രി മോശം ഡിഗ്രി അതുപോലെ അവൻ ഈ പോസ്റ്റ് 14 കുട്ടികളല്ലേ, ഞാൻ 15 എത്തില്ലേ, ഇപ്പൊ താഴെ ടോക്സിക് ആവരുത്. പിതാവ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അത്രയും പൊളിറ്റിക്കലി കറക്റ്റഡാണ്. നമ്മൾ പൊളിറ്റിക്കലി ഭയങ്കര. അപ്പൊ നമ്മുടെ ഇനി മുതൽ ഓൺലൈൻ കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ദ വേർഡ്സ് യു ആർ യൂസിങ് ടു അഡ്രസ് എ ചൈൽഡ്. കുട്ടിയുടെ പേര് അല്ലെങ്കിൽ മോനും മോളും നത്തിങ് മോർ നത്തിങ് ലെസ്. ദ വേർഡ് യു ആർ യൂസിങ് ടു അഡ്രസ് എ ചൈൽഡ് ഇസ് വെരി ക്രൂഷ്യൽ. സെക്കൻഡ്, നിങ്ങൾ പോസ്റ്റ് എടുക്കാൻ വേണ്ടി അമിത സ്പീഡ് കാണിക്കുമ്പോൾ കുട്ടികൾ പലപ്പോഴും ഓണാക്കിയിട്ട് അവിടെ ഉണ്ടാകും നടക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ക്ലാസ് 20 കുട്ടികളിൽ 20 കുട്ടികൾ 6 കുട്ടികൾ ഓൾറെഡി ഡീവേറ്റഡാവും നമുക്കറിയാം. ആ കുട്ടിയുടെ ക്യാമറ ഇടയ്ക്ക് റാൻഡമിൽ ഓണാക്കാൻ പറ്റും. അതിന് സമയം കൂടി നമ്മൾ റിസൾട്ടായി കാണാം. അപ്പോൾ ഭാഗ്യം എടുത്തു കഴിഞ്ഞു. നിബന്ധനത്തിൽ മാപ്പിളപ്പാടല്ല ചാപ്റ്റർ പഠിപ്പിക്കാണ്. അവിടെ എത്തണം. പാട്ടുപാടി ഇറങ്ങിപ്പോണ പരിപാടിയല്ല, ആ കണ്ടന്റ് അവിടെ എത്തിക്കണം. ആ എത്തിയെന്ന് ഉറപ്പ് വരുത്തില്ല. ക്യാമറ ഒക്കെ അടിച്ചാൽ ക്യാമറ ഉയർത്തി വെക്കണം. പലപ്പോഴും ക്യാമറയ്ക്ക് കിണറ്റിങ് എത്തിച്ചത് നമ്മൾ ഇറ്റ്സ് ഓക്കെ. ക്യാമറ നമ്മുടെ ഫേസിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗൂഗിളിൽ നിങ്ങൾ ചെയ്യാം. ഹൗ ടു പുട്ട് ക്യാമറ ഒരു പീരീഡ് ഉള്ളത് സെക്ഷൻസുമായി ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്ന പോയിന്റ് കുറച്ചും കൂടി പീരീഡ് കൂട്ടേണ്ടി വരും. കാരണം കുട്ടിൻ്റെ വീട്ടിൽ 6 മണിക്കൂർ എൻഗേജ് ആണ്. സോറി ഇത് വെറുതെ ഇരിക്കണം. അപ്പോൾ 1 മണിക്കൂറുള്ളത് 1/2 മണിക്കൂർ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി എൻഗേജ് ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ വാട്സപ്പിൽ നോട്ട്സ് ആയിട്ട് ആ നോട്ട്സ് സബ്മിറ്റ് ചെയ്യാൻ ഫോട്ടോ എടുത്ത് തിരിച്ചായിട്ട്. അപ്പോൾ കുട്ടിയെ 3 മണിക്കൂർ അക്കാഡമിക് നമ്മൾ എന്ത് ചെയ്യാം, എൻഗേജ് ചെയ്യാം. 3 മണിക്കൂറെങ്കിലും കുട്ടിയെ അക്കാഡമിക്കലി എൻഗേജ്. അത് വാട്സപ്പിൽ നോക്ക്. ബാക്കിയുള്ള പുതിയ ടീച്ചർ പഠിപ്പിച്ച് ആ കോൺസെപ്റ്റിലല്ല. പുതിയ ടീച്ചേഴ്സിനോട് ഞാൻ എപ്പോഴും എക്സ്ക്യൂസ് കൊടുക്കാറില്ല. പുതിയ ഒന്നാണ് പഴയ ആളുകൾ നമ്മളെപ്പോഴും ചിത്രങ്ങൾ വെച്ചാൽ എന്ന ലാംഗ്വേജ്
നിങ്ങൾ മലയാളം കംഫർട്ടബിൾ ആണെങ്കിൽ മലയാളം യൂസ് ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്ന ലാംഗ്വേജ് നോക്കുക, പ്രിപ്പയർ ചെയ്ത് മസാലൊക്കെ പ്രിപ്പയർ. പിന്നെ കുട്ടികളുടെ പേരെടുത്ത് വിളിക്കാൻ നോക്കും. ഓൺലൈൻ കാലത്ത് ഭയങ്കര അടുത്ത സ്റ്റെപ്പ് നമ്മുടെ അടുത്ത തേർഡ് എക്സാംസ് വരാം. ഓഗസ്റ്റ് 3rd 12th 13th എക്സാം സ്റ്റാർട്ട് ചെയ്ത് മാറ്റി ചെയ്യണം. നമ്മൾ ഒരുപാട് അത് വർക്ക് ചെയ്തു എക്സാമിലേക്ക് വരാം. ഓഗസ്റ്റ് മന്ത് മനസ്സിലാക്കാം നാഷണൽ സെലിബ്രേഷൻ നമ്മൾ പറയുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ ഫീലിങ്സ് എക്സാം റിവിഷൻ അതിൽ കൂടെ കടന്നു പോകുന്ന ഓണം സെലിബ്രേഷൻ അത്രേ ഉള്ളൂ. ഓണത്തിന് എന്തുണ്ടെന്നുള്ള ഇപ്പോഴേ ചർച്ച, എക്സാമിന് പഠിക്കുന്നത്. സോ ഫോക്കസ് ഈസ് ഡീവിയേറ്റഡ്. So don't give this too much importance for which color. Celebration പറഞ്ഞാൽ ആർക്കാണ് സെലിബ്രേഷൻ? സെലിബ്രേഷൻ എപ്പോഴാണുള്ളത് അല്ലെ? കൊയ്ത്ത് കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നല്ല വേവിട്ടി പറഞ്ഞത്. ഈ ഞാൻ പരിചയപ്പെടുത്തിയ വേവിട്ടി എന്റെ നോട്ടം അതാണ് എനിക്ക് ആ നോട്ടപ്പോഴും എന്റെ മനസ്സിൽ വിഷമമായി കിടക്കുന്നത്. സോ എന്തായാലും കുട്ടിയുടെ പേര് മാറി വിളിക്കാൻ പാടില്ല. ഓക്കെ, പാരൻസ് പലരും ഉണ്ടാവും. ഒരുപാട് കംപ്ലൈൻറ്റുകൾ നോട്ട് ഇൻറ്റിമേറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ ദ കംപ്ലൈൻറ്റ്. 16 പേര് പഠിച്ചു കൊടുക്കാം. അതിൽ പെടുന്നതായിരിക്കും താങ്ക് യു ഫോർ ദ കംപ്ലൈൻറ്റ്. റിയലി ഇത്രയും ആത്മാർത്ഥ സ്കൂളിലെ കണ്ടിട്ട് മൊബൈലിൽ ശോഭരാസിനെ മാത്രം കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ തൽക്കാലം നമ്മൾ വെറുതെ പണിക്കണ്ട പോയിട്ട് സമയമില്ല. ഞാൻ സാധനം കിട്ടില്ല. 90% മീൻസ് നമ്മുടെ 10% മാത്രമേ കുറയ്ക്കുകയും ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ കെയർ ചെയ്യുകയും കുട്ടികൾ 90+ ക്ലബിലേക്ക് മാക്സിമം എത്തുകയും 10th കുട്ടികൾ ടീച്ചേഴ്സിന് സ്ട്രെസ് കുറക്കാൻ പറ്റും. നല്ല കോൺവെന്റുകളിൽ പോയ സംഭവിച്ചാൽ ആ കുട്ടികൾ ചോർന്നു പോയില്ല. അവിടെ വരുന്ന കുട്ടികൾ എടുക്കാൻ ശ്രദ്ധിക്കുന്നു. അവർ 2-3 അവർ പട്ടികജാതി പട്ടികവർഗം ബ്രാഹ്മിൻസ് എല്ലാം തിരിക്കും. ABCD ആക്കി തിരിക്കും. എന്നിട്ട് മറ്റേ കുട്ടികൾ എന്ത് ചെയ്യും? ഇരുത്തി പഠിപ്പിക്കും. അവർക്ക് ശരിക്കും പ്രാന്തിയെ തന്നെ കുട്ടികളെ നിങ്ങൾ A ആണെങ്കിൽ മോശം ക്ലാസ്, B ആണ് നല്ല കുട്ടികൾ, C ആണെങ്കിൽ അത് അഭ്യാസം കുഴപ്പമില്ല. ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മാറ്റി ഡിസിപ്ലിൻ ഡിഫൈൻ ചെയ്യും. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നതല്ല. ഡിഫൈൻ ചെയ്തിട്ട് ഡിസിപ്ലിൻ പറയുന്നത് അനങ്ങാതിരിക്കലോ കൈ കെട്ടിട്ട് മിണ്ടാതിരിക്കുന്നതിനൊക്കെ ഡിസിപ്ലിൻ അല്ല. വൈ യു ആർ സ്പീക്കിംഗ് വിത്ത് അതേഴ്സ്, വാട്ട് യു എക്സ്പെക്ട് ഫ്രം ഹിം. ഞാൻ നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല. രണ്ടാൾ സംസാരിച്ച് ആരും സംസാരിക്കുമ്പോൾ ആരും സംസാരിക്കാൻ പോകരുത്. ഇതാണ് നമ്മൾ തമ്മിലേക്ക് വരുന്നത്. ഇനി ആർക്കും എന്ത് ചെയ്യണം? കഴിയണം. ഇനി തെറ്റിച്ചാൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. ഫസ്റ്റ് ഞാൻ വാണിംഗ് തരും. 3 വാണിംഗ് ഞാൻ എന്ത് ചെയ്യും? ഹെഡ്സിനെ അറിയിക്കും. 4ാമത്തെ വാണിംഗ് ഞാൻ എന്ത് ചെയ്യും? പാരൻസിനെ അറിയിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? നിൽക്കോ? ഡിസിപ്ലിൻ. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ അത് സഫർ ചെയ്യുന്നതിന്റെ പേരല്ല ലൈഫ്. നമ്മൾ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം, ചർച്ച ചെയ്യണം, എന്നിട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിന് പകരം ഞാൻ കുറെ ക്ഷമിച്ചു, ഇനി പൊട്ടിത്തെറിക്കാം. നിങ്ങൾ ഭാരത് ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് പോലെയല്ലോ, ഹ്യൂമൻ ബീങ് ആണ്. അതുകൊണ്ട് ഭാരത് ഗ്യാസിനെ പോലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്യാസിനെ പോലെ പെരുമാറാൻ പുസ്തകത്തിൽ പറയുന്നത് 75% പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കുടിക്കണം. 100 ഒരു 75 പോസിറ്റീവ് ആണ് നിങ്ങൾ കുടിക്കും. ജയിച്ചിട്ട് നല്ല ന്യൂറോ സയൻസ് നല്ല ബുക്കാണ്. നമുക്ക് 75 കിട്ടുന്നത് കുടിക്കണം. മനസ്സിലായോ? ഒരു 50 താഴെ ശരി കാട്ടാണ്. പ്രവർത്തിക്കണമല്ല, ഞാൻ ചവക്കെടുക്കുന്നത് ഓപ്പോസിറ്റ് പോകണം. അത് പോകണം ഓപ്പോസിറ്റ്. ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. 50 ഓപ്പോസിറ്റ് എടുക്കാൻ വന്നതല്ലേ കാര്യം. 14 കൊല്ലായിട്ട് എക്സാം അപ്പൊ ഈ കേൾക്കുന്നതാണ് ശരിയാണല്ലേ ചിന്തിക്കുന്നത്. നിങ്ങളെന്താ പോവാത്ത? നമുക്ക് സ്റ്റാഫിന് ഇപ്പൊ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത് പരമാവധി വർക്ക് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഒരു ഡേ മറ്റ് സർക്കാർ സ്കൂൾ പോലെ നമുക്ക് എടുക്കുന്നത് പറയും 24th മൺഡേ നമ്മൾ സ്റ്റാഫിനോട് എടുക്കുകയാണെങ്കിൽ സാറ്റർഡേ കുട്ടികളെ കൊടുക്കും. ഏതാണോ മാനേജ്മെന്റ് നമ്മൾ കൂടെ എടുക്കുന്ന തീരുമാനം അത് കൂടെ നിങ്ങൾ വരിക. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്, സ്റ്റാഫിൻ്റെ ഓണല്ലേ, സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ പറയുന്നത് നമ്മൾ താല്പര്യമായിട്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യണം? സ്കൂളിൽ തീരുമാനത്തിന് അത് ലീവ് എടുക്കാതെ ചെയ്യണം.